നമസ്തേ. രാമരാമ പാഹിമാം കേരളത്തിന്റെ ഹൃദയനാദം എന്ന സന്ദേശവുമായി ഗുരുവായൂരിൽ അരങ്ങേറുന്ന രാമഭക്ത സംഗമവും ദേശീയ സെമിനാറും ശ്രദ്ധ നേടുന്നു. മെയ് 15 മുതൽ 17 വരെ ഗുരുവായൂർ ടൗൺ ഹാളിൽ നടക്കുന്ന മഹാസംഗമത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അഖില കേരള ചിത്രരചന മത്സരത്തിൽ 100-ലധികം കുട്ടികൾ പങ്കെടുത്തു. ഭക്തിയുടെയും ധർമ്മത്തിന്റെയും ശാശ്വത പ്രതീകമായ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ സന്ദേശങ്ങൾ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ ഗുരുവായൂരിൽ ഒരുങ്ങുന്നത് വമ്പിച്ച ആത്മീയ സാംസ്കാരിക സംഗമമാണ്. രാമരാമ പാഹിമാം കേരളത്തിന്റെ ഹൃദയനാദം എന്ന സന്ദേശവുമായി മെയ് 15, 16, 17 തീയതികളിൽ ഗുരുവായൂർ ടൗൺ ഹാളിൽ നടക്കുന്ന രാമഭക്ത സംഗമവും ദേശീയ സെമിനാറും ഇതിനോടകം തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഭാരത സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസും സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഗുരുവായൂരും സംയുക്തമായാണ് ഈ മഹാസംഗമം സംഘടിപ്പിക്കുന്നത്. സെമിനാറിന്റെ ഭാഗമായി ഗുരുവായൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച അഖില കേരള ചിത്രരചന മത്സരം ശ്രദ്ധേയമായി. 3 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ 100-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. ശ്രീരാമന്റെ ജീവിത സന്ദേശങ്ങളും രാമായണ സംഭവങ്ങളും ആസ്പദമാക്കിയായിരുന്നു കുട്ടികളുടെ ചിത്രാവിഷ്കാരങ്ങൾ. കുട്ടികളുടെ ചിത്രങ്ങളിൽ ഭക്തിയും സാംസ്കാരിക ബോധവും പ്രതിഫലിച്ചു. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം മുൻ മേധാവിയും കേരള ലളിത അക്കാദമി അംഗവുമായ പ്രശസ്ത ചുവർ ചിത്ര കലാകാരൻ KU കൃഷ്ണകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓട്ടംതുള്ളൽ ആചാര്യൻ മണലൂർ ഗോപിനാഥൻ ആചാര്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ചിത്രരചന മത്സരത്തിന്റെ കോർഡിനേറ്റർ അനിത വർമ്മ ടീച്ചർ, കമാലുദ്ദീൻ, ഗായത്രി, സായിശ്രീ എന്നിവർ സംസാരിച്ചു. KR പ്രവിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ട്രസ്റ്റി സബിത രഞ്ജിത്ത് നന്ദി രേഖപ്പെടുത്തി. മെയ് 15 ആരംഭിക്കുന്ന ദേശീയ സെമിനാർ ജസ്റ്റിസ് സുധീർ അഗർവാൾ ഉദ്ഘാടനം ചെയ്യും. കേരളീയ ജീവിതത്തിലും സംസ്കാരത്തിലും ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിനെ ആസ്പദമാക്കി വിവിധ സെഷനുകളാണ് സെമിനാറുകളിൽ ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ പണ്ഡിതന്മാരും ആത്മീയ ആചാര്യന്മാരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്ന സെമിനാറിൽ രാമായണത്തെയും ശ്രീരാമനെയും ആസ്പദമാക്കി പ്രബന്ധാവതരണങ്ങളും ചർച്ചകളും നടക്കും. അതോടൊപ്പം ദശകങ്ങൾക്ക് ശേഷം ചരിത്രത്തെ പുനർജീവിപ്പിച്ച് രാമർകൂത്ത് എന്ന അപൂർവ കലാരൂപവും സെമിനാർ വേദിയിൽ അരങ്ങേറും. ഭക്തിയും ആത്മീയതയും കലയും സംസ്കാരവും ഒരുമിക്കുന്ന ഈ ത്രിദിന മഹോത്സവം കേരളത്തിന്റെ ആത്മീയ സാംസ്കാരിക ചരിത്രത്തിൽ വേറിട്ട അധ്യായമാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകരും ഭക്തജനങ്ങളും.